അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഴയൊക്കെ വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ് ചക്ക മാങ്ങ. ആ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ഈച്ച കൊതുകിൻ്റെ ഒക്കെ ശല്യങ്ങൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കൊതുക് ശല്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ നല്ലൊരു അടിപൊളി വീഡിയോസാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ മക്കളുള്ള വീട്ടിലൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കൊതുക് തിരിയൊക്കെ കത്തിക്കുന്നതിനോ ഗുഡ് നൈറ്റൊക്കെ കത്തിക്കുന്നതിന് പകരം നമുക്ക് നാച്ചുറലായിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സന്ധ്യാസമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ 7 പരിസരത്ത് പോലും കൊതുകിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസും കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ മാറി ഇപ്പോൾ ഇതാ നല്ല മഴ വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ ഇനി മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈച്ച കൊതുകൊക്കെ അവരുടെ ഒരു കാലമാണ്. ചക്ക മാങ്ങൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ ഒട്ടും പറയാനില്ല ഈച്ചയുടെയും കൊതുകിൻ്റെ ശല്യം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മുടെ പരിസരങ്ങൾ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളോ അതേപോലെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വീടിൻ്റെ പുറത്തിറങ്ങി നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതിയാവും. അതൊക്കെ ചെയ്താൽ തന്നെ ഒത്തിരി കൊതുകിൻ്റെ ഈച്ചയുടെ ശല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നമുക്കിനി കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്തായാലും അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ 7 പരിസരത്ത് പോലും കൊതുക് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആര്യവേപ്പ്. ഇതിപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉള്ളതാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 തണ്ട് ആര്യവേപ്പ് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണ. ഇതിന് പകരം നിങ്ങൾക്ക് കടുകെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് തിരി. ഇനിയിപ്പോൾ തിരി ഇങ്ങനെ വാങ്ങിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണി വെച്ച് നമുക്കൊന്ന് തിരി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് പച്ചക്കർപ്പൂരം. ഇത് നമ്മൾ എല്ലാവർക്കും അറിയാതിരിക്കുക, നമ്മൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പച്ചക്കർപ്പൂരം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ കൊതുകിനെ തുരത്താനുള്ള ഐറ്റം നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 6-7 തണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതിയാവും. ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ ആ ഒരു ഗ്രാമ്പു അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പച്ചക്കർപ്പൂരം നമുക്കിതിൽ ഞാനിതാ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ഉപയോഗിച്ചെടുക്കുന്നത് തന്നെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാട്ടാണ് വരുന്നത്. ഒരു പുകച്ചിൽ പോലത്തെ ഒരു സ്മെല്ല് നമുക്കറിയാമല്ലോ. നമ്മുടെ ആ ഒരു കർപ്പൂരത്തിൻ്റെയും ആര്യവേപ്പിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂൻ്റെ ഒക്കെ ആ ഒരു പ്രത്യേക തരം പുകച്ചിൽ പോലത്തെ ഒരു സ്മെല്ല്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു എണ്ണ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിക്കാം. നമുക്ക് എത്രയാണോ തിരി കത്തിക്കാൻ ആവശ്യം അതിനുള്ള എണ്ണ മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബോട്ടിൽ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കണ്ടില്ലേ, എണ്ണയിലേക്ക് ആ പച്ച കളറൊക്കെ നല്ല പോലെ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒന്ന് നല്ല പോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് തിരി കത്തിക്കാനായിട്ട് എടുത്താൽ മതിയാവും. നമുക്കിതൊരു ബോട്ടിലാക്കി
മാറ്റി വെക്കാം. കണ്ടില്ലേ, നല്ല പോലെ അങ്ങ് കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു തിരി ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പം അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ചിരാതുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടായിരിക്കും നമ്മൾ തിരി കത്തിക്കുന്ന ചെറിയ ചിരാത്, അതായാലും മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഇതേപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ എണ്ണ നമുക്കിതിലേക്ക് അങ്ങ് അരിച്ചങ്ങ് ഒഴിക്കാം. അപ്പോൾ ഇനി ഞാനിതാ നമ്മുടെ തിരി എടുത്തിട്ടില്ലേ, തിരി നമുക്ക് ഇതേപോലെ ഒന്ന് ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഇതേപോലെ നമുക്ക് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഓരോന്നാളും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഞാൻ എല്ലാ തിരിയും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തിരി ഒന്ന് കത്തി വരുമ്പോൾ കെടാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാനിതാ 2 കർപ്പൂരം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. തിരി ഒന്ന് കത്തി വരണം. അപ്പോൾ ഇതാ ഇനി നമുക്കിത് നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കിതൊന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് മാത്രം മതിയാവും കേട്ടോ, നമ്മുടെ കൊതുകൊക്കെ പമ്പ കടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നമുക്കിത് റൂമിൻ്റെ ഉള്ളിൽ വെച്ച് ഡോറൊക്കെ ഒന്ന് അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് മാത്രം മതി നമുക്ക് കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.